അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹുസൈൻ ബാക്കവി, ചാലക്കുടി ചീഫ് ഇമാം. പരിശുദ്ധമായ റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അല്ലാഹു തആല നമ്മളെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് ആ ഖുർആൻ പരിശുദ്ധമായ റമദാനിൽ ഇറക്കി എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്ഥലവും അതുമായി ബന്ധപ്പെടുന്നവർ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല ആദരിക്കുകയും അവരെ എല്ലാം ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ച ജിബ്രീൽ അലൈഹിസ്സലാം സയ്യിദുൽ മലായിക്ക, മലക്കുകളുടെ നേതാവാണ്. ആ ഖുർആൻ ഇറങ്ങിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗാമികളുടെയും പിൻഗാമികളായവരുടെയും നേതാവാണ്. സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ അല്ലേ? അതുപോലെ തന്നെ ആ ഖുർആൻ ഇറങ്ങിയ സമുദായം ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഭൂമിയിലെ നിയോഗിക്കപ്പെട്ട സമൂഹങ്ങളിലെ ഏറ്റവും ഉത്തമരായ സമൂഹമായി. അതിറങ്ങിയ രാത്രിയോ എന്താണ്? സയ്യിദുൽ ലയാലി, രാവുകളുടെ നേതാവാണ്. ലൈലത്തുൽ ഖദർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ്. അതുപോലെ തന്നെ അൽ ഖുർആനു ജഅലഹുല്ലാഹു മുബാറകം ഫീ കുല്ലി ഷൈ, ആ ഖുർആൻ മുഴുവനും എന്താണ്? അനുഗ്രഹമാണ്. അത് ഓതുന്നവർ, പാരായണം ചെയ്യുന്നവർ, നോക്കുന്നവർ, കാണുന്നവർ, ഇവർക്കെല്ലാം അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അറാദ അനീസൻ ഫജ്അലിൽ ഖുർആന അനീസ, നിനക്കൊരു നല്ല കൂട്ടുകാരനെ വേണമെങ്കിൽ ഖുർആനിനെ നീ കൂട്ടുകാരനാക്കിക്കോളാൻ പറഞ്ഞു. ഖുർആന്റെ അവസാനത്തിലെ ഹത്തം തീരുമ്പോഴൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ജൽ ഖുർആന ലനാ ഫിദ്ദുനിയ ഖലീല, അല്ലാഹുവേ ഖുർആൻ ഈ ലോകത്തെ ഏറ്റവും നല്ല എൻ്റെ കൂട്ടുകാരനാക്കണം. വഫിൽ ഖബരി മൂനിസ, ഏകാന്തമായി കഴിയുമ്പോൾ ആരുമില്ലാത്ത ആ ഖബറിൽ എൻ്റെ കൂട്ടുകാരനാക്കണമെന്ന് ഒരു ദുആ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ ഖുർആന യൽകാ സാഹിബഹു, ഖുർആൻ പാരായണം ചെയ്തയാൾ, ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചയാൾ, അദ്ദേഹത്തിനെ ഖുർആൻ കണ്ടുമുട്ടും യൗമൽ ഖിയാമ, ഖിയാമനാൾ, ഹീന യൻശഖു അൻഹുൽ ഖബറു, ഖബറിൽ നിന്നും പുനരുദ്ധാരണ ദിനം എഴുന്നേറ്റ് അല്ലാഹുവിൻ്റെ സന്നിധാനത്തിലോട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ്റെ കൂടത്തിൽ എന്ത് ചെയ്യും? ഈ ഖുർആൻ ഉണ്ടാവും. എങ്ങനെ? കർറജിൽ, ഒരു പുരുഷൻ്റെ മാതിരി, നല്ല രൂപമുള്ള സുഗന്ധമുള്ള ഒരാൾ. നീ പേടിക്കണ്ട, നിന്റെ കൂട്ടത്തിൽ ഞാൻ സഹായത്തിനുണ്ടെന്ന് പറയാൻ. ആ ഖുർആൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ സമയവും, എല്ലാ ദിവസവും അതുമായിട്ട് ബന്ധമുണ്ടാകണം. മരിച്ചു കഴിഞ്ഞാലും നമ്മളോടൊപ്പം കൂടെ ഉണ്ടാകുന്ന കൂട്ടുകാരനാണെന്നുള്ള ബോധ്യം നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായിട്ട് ബന്ധപ്പെട്ട് ഓതി അതുമായി ബന്ധപ്പെട്ട ബന്ധത്തോടുകൂടി മരിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നല്ല ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. അൽഹംദുലില്ലാഹ് വസ്സലാം.